ഉരുളക്കിഴങ്ങ് 4 എണ്ണം എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ എന്താ വിരുന്നുകാരെ പോലെ നിൽക്കണ്? ഇന്ന് അവിടെ ഒന്നും സീരിയലാ. ഞാൻ കാണിച്ചു കൊടുക്കാം. ഓണാക്ക്. ഫ്രഞ്ച് ഫ്രൈസ് അത് പറയാൻ അറിയില്ല. ഫ്രഞ്ച് ഫ്രൈസ് പറയും. ഫ്രഞ്ച് ഫ്രൈസ് സെറ്റാണ്. മതി മതി. സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയാലോ? എന്താണ് ഇന്നത്തെ സ്പെഷ്യല്? സ്പെഷ്യൽ പറഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ്. ബെഞ്ച് പ്രസ്. ബെഞ്ച് പ്രസ് അല്ല, ഫ്രഞ്ച് ഫ്രൈസ്. അതായത് ഫ്രഞ്ച് 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 ഫ്രൈസ്. ഫ്രൈസ് മലയാളത്തിൽ ഉരുളക്കിഴങ്ങ് വറുത്തത്. അതാണ് സിമ്പിള്. ഉരുളക്കിഴങ്ങ്. നമുക്കതൊന്ന് ചെയ്താലോ? എനിക്ക് ഇഷ്ടമാണ്. അത് ചെയ്ത് നോക്കാം അല്ലേ? നമുക്ക് 1/2 കിലോ വേണ്ടി വരും. അതെ 1 കിലോനാ നോക്കാം. നമുക്ക് നോക്കിയിട്ട് അനുസരിച്ച് ചെയ്യാം. നമുക്ക് വേണ്ടത് മാത്രം മതി. നമുക്ക് പോയാലോ? എന്നാ അടുക്കളക്ക് നടന്നോ. കുഞ്ഞു, എനിക്ക് ഇതുകൊണ്ട് കിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഈ സിമ്പിൾ ആണടാ. അത്രേ ഉള്ളൂ. ഇതാണ് എളുപ്പപ്പണി. അപ്പോഴേ നമ്മൾ അടുക്കളയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെയാണ് ഫ്രഞ്ച് ഫ്രൈസ് എന്നാണ് കേട്ടോ. അതെ, നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ അടിപൊളിയായിട്ട് ചെത്തുന്നുണ്ട് കേട്ടോ. കത്തിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നിന്നാ, പക്ഷെ ഈസി ആയിട്ട് ആൾ അതുകൊണ്ട് ചെത്തുന്നുണ്ട്, പീലർ കൊണ്ട്. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പോലമ്മ പോവാ. അപ്പൊ ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉരുളക്കിഴങ്ങ് എടുക്കണം കേട്ടോ. ഇവിടെ 4 അത്യാവശ്യം വലിപ്പമുള്ള നീളം ടൈപ്പ് വരുന്ന രീതിയിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ആദ്യം അതൊന്ന് തൊണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കാം കേട്ടോ. ഇപ്പൊ നമ്മളുടെ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകണം കേട്ടോ. അപ്പൊ കട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് നീളത്തിൽ കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് ഏത് രീതിയിലുള്ള പീസുകളാണോ നിങ്ങൾക്ക് ആവശ്യം ആ രീതിയിൽ കട്ട് ചെയ്യണം. നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു മീഡിയം ലെവലിൽ ഒരു ചെറുപയറുത ഈ വണ്ണത്തിലുള്ള പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അമ്മ കട്ട് ചെയ്താലോ? നീ കട്ട് ചെയ്തോ? അപ്പോൾ ഞാൻ കട്ട് ചെയ്യാം. അമ്മ എന്തായാലും തൊലി കളഞ്ഞല്ലോ, അപ്പോൾ ഞാൻ കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ അരിഞ്ഞു കഴിഞ്ഞാൽ നീളത്തിലരിഞ്ഞ ഉരുളക്കിഴങ്ങ് ഇനി നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ രണ്ടാമത്തെ തവണ കഴുകാണ്. നല്ല രീതിയിൽ കഴുകി എടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു വഴുവഴുപ്പ് ഉരുളക്കിഴങ്ങിൻ്റെ മാറിയിട്ടുണ്ട് കേട്ടോ. 2 പ്രാവശ്യം കഴുകിയപ്പോൾ കുഞ്ഞു. ഇത് 2 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുടുവെള്ളത്തിലിട്ട് ഒരു 4 മിനിറ്റോളം വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം തന്നെ, വേകാനുള്ള വെള്ളം മാത്രം മതി. അത് തിളക്കട്ടെ. വെള്ളം തിളച്ചു വിട്ടാൽ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിടട്ടെ. ഒരുപാട് പറ്റില്ല, ലേശം. അതിനുശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അടച്ച് വെക്കട്ടെ, തിളക്കട്ടെ. ഇനി ഇത് 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതേ തീ ഓഫ് ആക്കുക. വേവാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഇതാവാനേ പറ്റുള്ളൂ. ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് കോരി ഇടുകയാണ്, വെള്ളം വാരാനാണ്. ഒരു 3 മിനിറ്റ് നമ്മൾ വേവാൻ വെച്ചാൽ 3 അല്ലെങ്കിൽ 4 മിനിറ്റ് വേവാൻ വെച്ചതിന് ശേഷം നമ്മളത് മാറ്റിയിടുകയാണ്. ടർക്കിയാണ് അതിലേക്ക് കൊട്ടി പരത്തിയിട. ഇത് നമ്മൾ വേവിച്ചത് നന്നായിട്ട് വെള്ളം വറ്റണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാം, കോട്ടൺ തുണി എടുക്കുക, അല്ലെങ്കിൽ ടർക്കി എടുക്കുക. ഞാൻ ടർക്കി എടുത്തിരിക്കുന്നത്. ഇതിൽ വെള്ളം മുഴുവൻ ഡ്രൈ ആയിട്ട് പോകണം. അതിന് ശേഷമാണ് നമുക്കത് വറുക്കേണ്ട പരിപാടിക്ക് നോക്കേണ്ടത് കേട്ടോ. ഇതിപ്പോഴേ ഒരു പീസ് ഞാൻ എടുത്ത് കാണിച്ചതാ.
നല്ല രീതി ഉള്ളു വേവായിട്ടുണ്ട് കേട്ടോ. നല്ല വേവല്ല, ഒരു മീഡിയം ടൈപ്പ് വേവ് ഇതുണ്ട പൊട്ടിപ്പോകുന്നത്. വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇത് വറുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണേനും വെച്ച് നല്ലത് വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. നമ്മുടെ പാം ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുക കേട്ടോ. എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ഇതിലിട്ടേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഞാനതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് എടുത്ത് 2 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കേണ്ടി വരും. ഒരു പ്രാവശ്യം ഒതുങ്ങില്ല. ഇത് ജസ്റ്റ് ഒന്ന് വന്നാൽ മതി. പിന്നെ അധികം പോകാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് കോരിയെടുക്കാം. മെറൂൺ കളർ ആവാനും പറ്റില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചായിട്ട് വറുത്തെടുക്കുന്നതായിരിക്കും ബെറ്റർ. ഒരുപാട് തിക്കി അങ്ങനെ ഒരുപാട് ഇടണ്ട. പിന്നെ ഫസ്റ്റത്തെ നമ്മൾ വറുത്തെടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ബ്രൗൺ കളർ വരുന്ന രീതിയിൽ എടുക്കേണ്ടത്. ഒരു ഏകദേശം ഉള്ളിൽ ഒരു നല്ല ചൂട് തട്ടി കഴിഞ്ഞാൽ കൈയോടെ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. മാക്സിമം 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് വറുത്തെടുത്താൽ മാത്രം മതിയാവും കേട്ടോ. 1 മിനിറ്റ് ആയിട്ടുണ്ട്. മെറൂൺ കളർ ആവാൻ പറ്റില്ല. ഇത് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ പൊരിയെടുക്കുകയാണ്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് കൂടി എണ്ണയിലേക്ക് ഇടാം. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഉള്ളതും ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ഇത് 3ാമത്തെ ട്രിപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ലേറ്റായിട്ട് ഗ്യാസ് കത്തിച്ചാൽ മതി. ഓവറായ പെട്ടെന്നത് കളറ് മാറും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മുറിയാനോ ഒന്നും പാടില്ല. മുറിയാണ്ട് കിട്ടുന്നതാണ് ഭംഗി. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉടഞ്ഞ് മുറിഞ്ഞു പോകും. കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ ആ നീളത്തിൽ ഓരോന്നെടുത്ത് കഴിക്കാനേ അവർക്കും അത് വലിയ താല്പര്യമായിരിക്കും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിലാണ് നമ്മൾ വറുത്തെടുത്തിട്ടുള്ളത്. ഒരുപാട് ബ്രൗൺ കളറൊന്നും വന്നിട്ടില്ല. നോർമലി ഒരു ചെറുതായിട്ടൊരു ചൂട് തട്ടിച്ചേ ഉള്ളൂ. അതായത് 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് നമ്മൾ ഒന്ന് ചൂട് ആറാൻ വേണ്ടി വയ്ക്കണം. ആദ്യം നമുക്ക് അതൊന്ന് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് 2 രീതിയിൽ വറുത്തെടുക്കാം കേട്ടോ. ഒന്ന് ചൂട് ആറിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് വറുത്തെടുക്കാം. രണ്ടാമത്തെ വറുത്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ കുറച്ച് കോൺഫ്ലവർ പൊടി ആഡ് ചെയ്തിട്ട്, ഒരുപാടല്ല കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തണുത്തതിന് ശേഷം വറുത്തെടുക്കാം. കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്ററായി, കുറച്ചുകൂടി മൊരിഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇതൊന്ന് ചൂടാറട്ടെ ജസ്റ്റ്. ഇപ്പം നമ്മുടെ ഏകദേശം ഒരു ചൂട് ആറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കോൺഫ്ലവർ പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ കോൺഫ്ലവർ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ഉരുളക്കിഴങ്ങ് പൊട്ടാതെ നമ്മൾ നോക്കണം കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ തവണ വറുത്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എണ്ണ കുറച്ചുകൂടി നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ആ ഫസ്റ്റ് എടുത്തിട്ടുള്ള അതേ എണ്ണ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ബാലൻസും കൂടി നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇടാം കേട്ടോ. കുറേശ്ശെ ഇട്ടാൽ മതി. ചെറിയ ചീനച്ചട്ടിയല്ലേ, അപ്പൊ അതിന്റെ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്താൽ മതി. നമ്മളിത് വറുക്കാൻ വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് എല്ലാം കൂടി ജോയിൻ്റ് ആവും കേട്ടോ. അപ്പോൾ അതാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക്
ഒന്ന് ഇളക്കി കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. നമുക്ക് നന്നായിട്ട് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വരണമെങ്കിൽ ആ രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം എങ്ങനെ ഫ്രൈ ചെയ്യണം വേണമെന്ന് തീരുമാനിക്കാം കേട്ടോ. ഇത് നന്നായി കളർ മാറി വന്നിട്ടുണ്ട്, ഗോൾഡൻ കളറായി. ഇനി നമുക്കിത് കോരി പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളത് ഇതെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കൂടി ഇടാം. ബാലൻസ് ഉള്ളത് കൂടി ഇതിലേക്ക് ഇടാം. ഇത് നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ലാസ്റ്റാണ് കഴിഞ്ഞു, ഇതോടുകൂടി കഴിഞ്ഞു. ആദ്യമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ഉണ്ടാവും, വെണ്ണയിൽ വന്ന സാധനമല്ലേ, നമ്മൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. മകൻ്റെ ഓരോ ഐഡിയയും കൊണ്ട് പണിയും കൊണ്ട് വരികയാണ് ലീവ് വരുമ്പോൾ. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ആ മുതൽ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഡെക്കറേഷൻ ആയിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഒന്ന് കൊടുക്കാം കേട്ടോ. എരിവ് നമുക്ക് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ ആൾറെഡി ചെറുതായിട്ടൊന്ന് ഇട്ടിട്ടാണ് വേവിച്ചത്, അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ചാട്ട് മസാല ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ചാട്ട് മസാല ഉപയോഗിക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ ഉപ്പിൻ്റെയും മുളകിൻ്റെയും ആ ടേസ്റ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അമ്മയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് വറുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വീട്ടിൽ ഈ സാധനം ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ടച്ചിങ്സ് സോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സോസ് ഇഷ്ടമുള്ളവർക്ക് സോസ് എടുക്കാം. അപ്പോൾ ടേസ്റ്റ് നോക്കിക്കോ, എല്ലാവരും നോക്കിക്കേ. അച്ഛൻ, അമ്മ, ഉണ്ണി നോക്കോ. സോസ് കൂടിയാണെങ്കിൽ സോസ് അടിക്കുക, അല്ലാത്തവരും എല്ലാവരും നോക്കിക്കോളൂ കേട്ടോ. അപ്പം ഞാൻ കഴിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത്. കുഴപ്പമില്ല അല്ലേ, ടേസ്റ്റ് ഉണ്ട്. ചായക്ക് ഇതാണ്, ചായക്ക് അടിപൊളി. അതുണ്ടാവും, ഒരു ഉപ്പ് അതും കൂടിയിട്ട് വരുമ്പോൾ ഒരു ടേസ്റ്റാ. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. സോസ് കഴിക്കണം കഴിച്ചോട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇതേ അടിപൊളിയായിട്ടുണ്ട് എന്നാട്ടോ അവർ പറഞ്ഞത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് കുറച്ച് സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ അത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്താ അമ്മയ്ക്ക് എന്താ പറയണ്ടല്ലോ. അത് നല്ല ക്രിസ്പി വേണ്ടവർക്ക് അതിനനുസരിച്ച് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ ബൈ.